ജനുവരി 15 കേരള പാലിയേറ്റീവ് കെയർ ദിനം ആചരിക്കുമ്പോൾ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും പര്യായമായി മാറുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്വദേശി കലിയന്തിൽ പത്മനാഭൻ. 80-ാം വയസ്സിലും വിശ്രമമില്ലാതെ ആതുര സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഈ വയോധികൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് പകരുന്നത്. ജനുവരി 15 ലോക പാലിയേറ്റീവ് കെയർ ദിനമാണ്. ഇന്നേ ദിവസം നമ്മുടെ കൂടെയുള്ളത് പത്മനാഭൻ കലിയന്തിലാണ്. അദ്ദേഹം 60 വർഷത്തോളമായി ഈ ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമായി തുടരുകയാണ്. 80 വയസ്സിന്റെ നിറവിലും അദ്ദേഹം ഇന്നും ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമാണ്. 66 ലാസ്റ്റ് മുതൽ ഒരു മെഡിക്കൽ ഷോപ്പിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 3 കൊല്ലം കഴിഞ്ഞ ശേഷം 69 മുതൽ പിന്നെ ഇപ്പോഴത്തെ ഒരു ഡോക്ടർ PG മേനോൻ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ജോലി ചെയ്തത്. അദ്ദേഹം ഇവിടുന്ന് അടിയന്തര ആവശ്യത്തിന് നാട്ടിലേക്ക് പോയതിന് ശേഷം അതിന് ഞാൻ പിന്നീട് കുറച്ച് കാലത്തേക്ക് ഒരു പൂനെയിൽ പോയി അവിടെ കുറച്ച് കാലം താമസിച്ചു. അവിടുന്ന് തിരിച്ച് പയ്യന്നൂർ തന്നെ വേറൊരു ഡോക്ടർ വന്നപ്പോൾ അയാൾക്ക് എക്സ്പീരിയൻസുള്ള ആൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ എഴുത്ത് മുഖേന എഴുത്ത് അയച്ചപ്പോൾ അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്ന് ആ ഡോക്ടറെ അടുത്ത് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അത് 69 മുതൽ സ്ഥിരമായി ഈ 2019 വരെ ആ ഡോക്ടറുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന ജോലി ചെയ്തിരുന്നത്. അതിപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആ ഹോസ്പിറ്റൽ തൽക്കാലത്തേക്ക് അടച്ചു വെച്ചു. അത് പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വീടുകളിൽ പോയിട്ട് ആവുന്ന സേവനം ചെയ്തു കൊടുക്കും. അതായിരുന്നു ജോലി ചെയ്തത്. ഇപ്പൊ ഏതാണ്ട് ഒരു 60 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില കുറേ രാത്രി ആകുമ്പോഴൊക്കെ ചില ആൾ ഡെത്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ സാധാരണഗതിയിൽ നമ്മളെപ്പോലത്തെ ആളോട് കൺഫേം ചെയ്യാൻ വേണ്ടി പാടില്ല. എങ്കിലും താൽക്കാലികമായിട്ട് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതെല്ലാം പോയിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ ബാക്കി അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഒരു രജിസ്റ്റേർഡ് ഡോക്ടറെ കൊണ്ട് തന്നെ കൺഫേം ചെയ്യിപ്പിക്കണം. നമ്മളാലിപ്പോൾ ഒരു രോഗിക്കൊരു പിന്നെ ശമനം കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന രോഗിയുടെ ഇപ്പം ഞാനിപ്പം പോയി അത് അവർക്ക് സുഖം പ്രാപിച്ചു വരുന്നുണ്ട് കണ്ടാൽ ഇടയ്ക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ അത് നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും. ഏകദേശം ഇപ്പം 80 വയസ്സിനോടടുത്തായി എങ്കിൽ പോലും തന്നാൽ കഴിയുന്ന വിധം മറ്റുള്ളവരെ സഹായിച്ച് പോകാറുണ്ട് കഴിയുന്നത്ര പോകാറുണ്ട്. ഇപ്പം കുറേ രാത്രിയിലും ആൾക്കാർ വിളിച്ചാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് തനിച്ചൊരു വണ്ടിയെടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്കൊന്നും വീട്ടിലൊരാളെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവരോട് പറയും, ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും അവരോട്. ശാരീരിക അവശതകൾക്കിടയിലും സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ് മഹാദേവ ഗ്രാമം സ്വദേശിയായ കലിയന്തിൽ പത്മനാഭൻ എന്ന പപ്പേട്ടൻ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.